അപ്പൊ നമ്മള് ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത്? അവിടെ കാര്യമായി ചെയ്യേണ്ടത് വാല്യൂകൾ ഷെയർ ചെയ്യുക. ഒരു കളവ് പറയുന്നത് അവർ കാണാതിരിക്കുക. കളവ് പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പോലും കളവ് പറയാൻ പാടില്ല എന്നത് ബോധപൂർവം അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പെരുമാറുക. കളവ് പറയേണ്ട ഒരു ചുറ്റുപാട് വന്നു. രാവിലെ ഒരു ദിവസം മദ്രസ ലീവായി, അല്ലെങ്കിൽ സ്കൂൾ ലീവായി. അന്ന് കാരണമൊന്നും ഇല്ലാതെയാണ് ലീവായത്. ടീച്ചർ ചോദിക്കുമ്പോ അല്ലെ ഉസ്താദ് ചോദിക്കുമ്പോ ഒരു കാരണം പറയാൻ ബുദ്ധിമുട്ടുന്നു. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക, ഇന്നലെ വയറുവേദനയാന്ന് പറഞ്ഞാൽ വേണ്ട കേട്ടോ, കളവാണ്. അപ്പൊ വാല്യൂസ് ഷെയർ ചെയ്യുന്നു. അവിടെ ഈ വാല്യൂസ് ഷെയർ ചെയ്താൽ മതി. അതിന്റെ കൂടെ എന്ത് ചെയ്യുക? ക്വാളിറ്റി ടൈമിന്റെ സമയത്ത് മോളെ ആ 300 ആന വന്നു എന്നൊക്കെ പറഞ്ഞാലേ കളവല്ലേ? ഇല്ലാത്തത് പറയൽ കളവല്ലേ? കളവ് മോശമല്ലേ? അതുകൊണ്ട് നമുക്ക് കളവ് വേണ്ട, സത്യം പറയാം. അപ്പൊ പിന്നെ അത് എവിടെ മാത്രമേ പറയണ്ടൂ? ഈ ക്വാളിറ്റി ടൈമിന്റെ സമയത്ത് മാത്രമേ പറയണ്ടൂ. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ആകുമ്പോ കുട്ടികൾ പലതിനെയും കോപ്പി ചെയ്താ പറയാം. എന്താ കോപ്പി ചെയ്യുന്നത്? കഥയായിട്ട് മുതിർന്ന കുട്ടികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് കളവുകൾ. അതിനെ ആ കുട്ടി നന്നായിട്ട് വൃത്തിയായിട്ട് കോപ്പി ചെയ്യും. ആ കോപ്പി ചെയ്യുന്നത് മനസ്സിലാക്കി ശരികൾ നന്നായിട്ട് അവരുടെ മുമ്പിൽ വാല്യൂസ് ഷെയർ ചെയ്ത് കൊടുത്താൽ തന്നെ അവർ നേരെയാകും. വാല്യൂകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ എപ്പോഴും അവർ നേരെയാകുന്നത് കാണാം. പക്ഷെ അത് ഒറ്റ സ്പോട്ടിലാണ് പ്രതീക്ഷിക്കരുത്. ഇപ്പോ ഒരു കുട്ടി ഈ 300 ആനയുടെ സംഭവം പറയാണ്. ഒറ്റ ആനയെ പോലും കാണാത്ത സമയത്താണ് 300 ആനയെ കണ്ടു എന്നുള്ള ആ ഒരു ഭാവന കുട്ടി ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് പരിഹസിച്ചു, അങ്ങോട്ട് അടിച്ചു കയറി അങ്ങ് തിരുത്തിയാൽ ആ കുട്ടിക്ക് അത് തിരുത്താൻ കഴിഞ്ഞോളണം. പകരം ഞാൻ ഈ പറഞ്ഞതുപോലെ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്വാളിറ്റി ടൈം ടൈപ്പിൽ ആ രീതിയിൽ കുട്ടിയോട് ഷെയർ ചെയ്ത് ശീലിച്ചു നോക്കൂ. നല്ല മാറ്റം കാണാം. വളരെ പെട്ടെന്ന് മാറുന്നത് കാണാം. ഇപ്പോ ഞാൻ അവിടെ പറഞ്ഞൊരു മാറ്റർ ഇതാണ്, പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. വാല്യൂസ് ഷെയർ ചെയ്യേണ്ട രീതി, എസ്റ്റാബ്ലിഷിംഗ് കോമൺ വാല്യൂസ് ദാറ്റ് സ്ട്രെങ്തൻ ഫാമിലി ബോണ്ട്സ്. നല്ല പൊതുവായിട്ടുള്ള നല്ല നിലവാരങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് ശീലിക്കുക. ഇതാണ് നല്ല ഗുണങ്ങൾ, ഈ നല്ല ഗുണമാണ് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ യൂസ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫാമിലി ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു നട്ടെല്ല് പോലെ പരിഗണിക്കേണ്ട ഒരു സാധനമാണ് ക്വാളിറ്റി ടൈം. സ്ട്രാറ്റജീസ് ഫോർ സ്പെൻഡിങ് മീനിങ് ടൈം ടുഗദർ. പരസ്പരം അർത്ഥപൂർണമായ സമയം. കലഹിക്കാനാകരുത് ആ സമയവും കൂടെ എന്തായി പോകരുത്? ഒരു കലഹിക്കാനുള്ള വേദിയായിട്ട് പോകരുത്. മറിച്ച് ആ സമയം അവർക്ക് സ്വസ്ഥമായി ഫീൽ ചെയ്യണം. ആ സമയം അവർക്ക് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യണം. ആ ഫീൽ ചെയ്യുന്ന രീതിയിൽ സമയം ചെലവഴിക്കുന്നതാണ് ക്വാളിറ്റി ടൈം. അപ്പോ ഫാമിലി ലൈഫിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു. ഇനി നമ്മൾ അടുത്തത് വരാൻ പോകുന്ന ചർച്ചാ വിഷയം എന്താണെന്നറിയോ? അൺവാന്റഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫാമിലി ഹാർമണി. ഒരു കുടുംബ ജീവിതത്തിന് അനാവശ്യമായ, പാടില്ലാത്ത പ്രധാനപ്പെട്ട ഫാക്ടറുകൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇനി സൂചിപ്പിക്കുന്നത്. അവിടെ കലഹങ്ങൾ ഫാമിലി സിറ്റുവേഷനിൽ കുറയണം. പിന്നെന്താണ്? സ്ട്രെസ് മാനസിക പിരിമുറുക്കം ഇല്ലാതിരിക്കണം. ആശയവിനിമയം തടസ്സപ്പെടുന്ന രംഗങ്ങൾ ഉണ്ടാകരുത്. അനാരോഗ്യകരമായ ജീവിത ചുറ്റുപാടുകൾ ഉണ്ടാകരുത്. എന്താണ് കോൺഫ്ലിക്റ്റ്, കലഹം? എന്താണ് ചെയ്യേണ്ടത്? അവിടെ കലഹം വരുന്ന സമയത്ത് അതെന്ത് ചെയ്യണം? അത് പരിഹരിക്കാനുള്ള രീതികൾ പറഞ്ഞു കൊടുക്കണം. ഉദാഹരണത്തിന് 3 മക്കളുണ്ട്. അതില് ഏറ്റവും ഇളയ കുട്ടി മൂത്ത കുട്ടിയുടെ ഒരു വസ്തു എന്ത് ചെയ്യാണ്? എടുക്കുകയാണ്. അതെടുക്കുന്ന സമയത്ത് മൂത്ത കുട്ടി സ്വാഭാവികമായിട്ട് രോഷാകുലയാകും, അല്ലെങ്കിൽ രോഷാകുലനാകും. അങ്ങനെ രോഷാകുലനാകുമ്പോ എന്താ ചെയ്യേണ്ടത്? മൂത്ത കുട്ടിയോട് നമ്മൾ ആശയവിനിമയം നടത്തണം. മൂത്ത കുട്ടിയോട് അവർ തമ്മിലുള്ള ഈ കലഹം എങ്ങനെയാ പരിഹരിക്കേണ്ടതെന്ന് വളരെ സൗഹൃദത്തിൽ അവരോട് ആശയവിനിമയം നടത്തണം. വളരെ സൗഹൃദപൂർവ്വം ആശയവിനിമയം നടത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം, ഇതാ ഇളയ കുട്ടിയല്ലേ. ഇപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്ററാണ് അവിടെ. ഒരു സെക്കൻഡ്.
ഇളയ കുട്ടി മൂത്ത കുട്ടിയുടെ ഒരു സാധനം എടുത്താൽ കൽപ്പിച്ച് പറയാണ് സാധാരണ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, മൂത്ത കുട്ടിക്ക് 2 കളിപ്പാവുണ്ട്, ഇളയ കുട്ടി അതിൽ ഒന്നെടുത്തു. അല്ലെങ്കിൽ മൂത്ത കുട്ടിക്ക് 2 ഉപകരണങ്ങളുള്ള സാധനങ്ങളിൽ ഒന്ന് ഇളയ കുട്ടി എടുത്തു. അപ്പൊ നമ്മൾ കൽപ്പനാപൂർവം പറയാണ് അതോളം എടുത്തോട്ടെ, കൊടുത്തേക്ക്. അങ്ങനെയല്ല പറയേണ്ടത്. മറിച്ച് സൗഹൃദത്തിൽ പറയാ, നിന്റെ അനുജത്തിയല്ലേ അല്ലെ അനുജനല്ലേ, അവര് നീയല്ലേ നോക്കേണ്ടത്. നിനക്ക് ഞാൻ വാങ്ങിച്ചു തന്നതുപോലെ അവർക്ക് നീ കൊടുത്താൽ നല്ലതല്ലേ, അതല്ലേ ഉഷാറ്. തമാ അത്രേ ആവശ്യം. അത്രയും പറയുമ്പോ തന്നെ ഈ മൂത്ത കുട്ടി എന്ത് പഠിക്കുകയാണ്? ആ കലഹം തീർക്കാനുള്ള അവസരങ്ങൾ പഠിക്കുകയാണ്. ആ കലഹം എങ്ങനെ പരിഹരിക്കേണ്ടതെന്ന് പഠിക്കുകയാണ്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, ഇങ്ങനെ 2 3 തവണ ഒരു ക്വാളിറ്റി ടൈം ടൈപ്പിൽ, ഒരു ക്വാളിറ്റി ടൈം എന്ന് ഞാൻ സൂചിപ്പിച്ച രീതിയിൽ നിങ്ങൾ കൃത്യമായി ഈ ആശയവിനിമയം നടത്തി ശീലിച്ചാൽ മൂത്ത കുട്ടി എന്ത് പഠിപ്പിക്കും? ഇളയ കുട്ടിയെ കലഹം ഇല്ലാതാക്കാൻ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കുന്ന രംഗങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരും. ഇളയ കുട്ടിയെ മൂത്ത കുട്ടിയെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. മൂത്ത കുട്ടികൾക്ക് ഇളയ കുട്ടിയെ പരിരക്ഷിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഷെയർ വാല്യൂവിൽ പെട്ടതുമാണ്. അതുപോലെ തന്നെ അതിൽ മറ്റൊരു വിഷയമാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, അഥവാ കലഹം പരിഹരിക്കുക, കലഹങ്ങൾ തീർക്കുക എന്ന് പറയുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു സംഗതിയാണ് ഈ രീതി. ഇവിടെ പാടില്ലാത്തൊരു സാധനമാണ് കലഹങ്ങൾ. ചിലർ കലഹങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിക്കും. ഒരിക്കലും കലഹങ്ങൾ ആസ്വദിക്കരുത്. കുഞ്ഞുങ്ങൾ തമ്മിൽ കലഹിക്കുന്നത് പല രക്ഷിതാക്കളും ആസ്വദിക്കാറുണ്ട്. അതൊരു രസമല്ലേ? പാടില്ല, ആസ്വദിക്കല്ല ചെയ്യേണ്ടത്. അത് അത് പരിഹരിച്ച് ശീലിക്കുക, പരിഹരിക്കാൻ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് ആ ഫാമിലി വർക്ക് ചെയ്യുക. അതാണ് ഉണ്ടാകേണ്ടത്. ഇനി അവിടെ ഉപയോഗിക്കേണ്ട മറ്റൊന്നാണ് സ്ട്രെസ് മാനേജ്മെന്റ്. എന്താണ് സ്ട്രെസ് മാനേജ്മെന്റ്? സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനസിക പിരിമുറുക്കുള്ള ഒരു അവസ്ഥ ഭാര്യക്കോ ഭർത്താവിനോ, അതായത് മാതാവിനോ പിതാവിനോ മക്കൾക്കോ ഫാമിലി സിറ്റുവേഷനിൽ ഉണ്ടാകരുത്. ജോലിയുടെ വിഷയത്തിൽ സ്ട്രെസ് ഉണ്ടാകരുത്. പഠനത്തിന്റെ വിഷയത്തിൽ മക്കൾക്ക് സ്ട്രെസ് ഉണ്ടാകരുത്. അതുപോലെ ചിട്ടകളുടെ വിഷയത്തിൽ മക്കൾക്ക് സ്ട്രെസ് അനുഭവപ്പെടരുത് ഫാമിലി ലൈഫ്. അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്, തിരുത്തേണ്ടതാണ്. മാരകമായ പരുക്കുകൾ ഉണ്ടാകും. ഞാൻ ഈ അടുത്ത് ഒരു പൊതുവിൽ നിരീശ്വരവാദിയായി അറിയപ്പെട്ട ഒരാൾ, പേര് പരാമർശിക്കുന്നില്ല, അദ്ദേഹത്തെ ഒരു അഭിമുഖമോ മറ്റോ അതിന്റെ ഒരു കഷ്ണം, ഒരു വീഡിയോ കട്ടിങ് ഞാൻ ശ്രദ്ധയിൽ. അദ്ദേഹം കാര്യമായി പറയുന്നത്, ഞാൻ ഇസ്ലാമിനെ വെറുക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഈ ബൗണ്ടറിയുടെ പുറത്തു പോകാനുള്ള കാരണം കുട്ടിക്കാലത്ത് എന്റെ മുടിവെട്ടുന്ന വിഷയത്തിൽ എന്റെ പേരൻസ് കാണിച്ച ആ ഒരു കണിശത എനിക്കത് ഭയങ്കര പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഞാൻ അവിടെ നിന്ന് പുറത്തു ചാടാനുള്ള കാരണങ്ങളാണെന്ന് അദ്ദേഹം പരാമർശിക്കുന്നതിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശരിയോ തെറ്റത് മറ്റൊരു വിഷയം. ഞാൻ പറയുന്നത്, ഒരു അത്തരം വിഷയങ്ങൾ മക്കളെ പഠിപ്പിക്കേണ്ട രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? അത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അതിൽ എന്ത് ആവശ്യമില്ല. നമ്മള് അവരെ സ്ട്രെസ്സോടുകൂടെ കാര്യങ്ങൾ പഠിപ്പിക്കാതെ തന്നെ കറക്റ്റ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ഒരു പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഒരു കുട്ടിക്ക് ഉണ്ടായാൽ അവിടെ എന്ത് സംഭവിക്കണം? ഐഡന്റിഫൈയിങ് സോഴ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് ഇംപ്ലിമെന്റിങ് കോപ്പിംഗ് മെക്കാനിസം. അവിടെ നമ്മൾ കാണേണ്ടത് എവിടെ നിന്നാണ് ആ സ്ട്രെസ് വരുന്നത് എന്ന് കണ്ടെത്താനും പറ്റണം. കോപ്പിംഗ് മെക്കാനിസം, അതായത് ഈ സ്ട്രെസ് ഒരു കോപ്പിംഗ് ആണ്. സ്ട്രെസ് എന്ന് പറയുന്നതിന്റെ ബേസ് പോസിറ്റീവ് ആണ്. എന്ന് പറയുമ്പോഴൊക്കെ ചെറിയ ആശങ്കയോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകേണ്ട ഒരു മാറ്ററാണ്. സ്ട്രെസ് പോസിറ്റീവ് ആണോ? ബേസ് പോസിറ്റീവ്, അതിന്റെ തുടക്കം അത് പോസിറ്റീവാണ്. എന്നാൽ ഒരു സ്ട്രെസ് എന്താ സൂചിപ്പിക്കുന്നത്? ഇവിടെ നിങ്ങൾ എന്തോന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള സൂചനയാണ് സ്ട്രെസ്. മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നത്
ഇപ്പൊ ജോലിയിൽ മാനസിക പിരിമുറുക്കം, ജോലി ചെയ്തിട്ട് തീരുന്നില്ല, അല്ലെങ്കിൽ മക്കളെ വളർത്തുമ്പോൾ മാനസിക പിരിമുറുക്കം, മക്കളെ വളർത്തുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലെത്തുന്ന സമയത്ത് മക്കൾക്ക് ഭയങ്കര മാനസിക പിരിമുറുക്കം, വീട്ടിലല്ല പുറത്ത് കുറെ സമയം ചെലവഴിക്കാനാണ് ഇഷ്ടം, എങ്കിൽ ഈ പിരിമുറുക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവിടെ എന്തോ ഒരു പോരായ്മയുണ്ട് എന്നുള്ള സൂചനയാണ്. ആ പോരായ്മ തീർക്കുകയാണ് അവിടെ ശരിക്കും ചെയ്യേണ്ടത്. അതിനാണ് സ്ട്രെസ്സിന്റെ തുടക്കം. പക്ഷെ ഈ സ്ട്രെസ് വലുതാകുന്ന സമയത്ത് അതൊരു ഡിസോർഡർ ആണ്. ഈ സ്ട്രെസ് എങ്ങനെ പരിഹരിക്കണം, അതിന്റെ കോപ്പിംഗ് മെക്കാനിസം എവിടെ നിന്നാണ്? ആ കോപ്പിംഗ് എവിടെ നിന്നാ വരുന്നത്? കോപ്പിംഗ് വരുന്നത് ഉമ്മയെ കണ്ടുപിടിക്കുന്നു, ഉപ്പയെ കണ്ടുപിടിക്കുന്നു. ഉമ്മാക്ക് അധികം ജോലി ഉണ്ടാവുമ്പോ ഉമ്മ ആകെ മാനസിക പിരിമുറുക്കം കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്കും വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോ, അല്ലെങ്കിൽ അമിതഭാരം വരുമ്പോ ഞാനും ഇതുപോലെയൊക്കെ ആകണം എന്ന് അവിടെ പഠിക്കുന്നു. അത് കൃത്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് കോപ്പിംഗ് മെക്കാനിസം. പിതാവിന് അല്പം ഭാരമോ പ്രയാസമോ ഉണ്ടാവും, പിതാവ് ആകെ രോഷാകുലനാകുന്നു, ആകെ ഇറിറ്റേറ്റഡ് ആകുന്നു, ആകെ മാനസിക പിരിമുറുക്കമുള്ള ആളാകുന്നു. അത് കുട്ടികൾക്കും വരും. ഇതാണ് കോപ്പിംഗ് മെക്കാനിസത്തിന്റെ ഒരു ഭാഗമാണ്. ഈ സാധനം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ആ സ്ട്രെസ് പരിഹരിക്കപ്പെടണം. അൺവാണ്ടഡ് കണ്ടന്റ് ആണ്, ഉണ്ടാകേണ്ടതില്ലാത്ത സാധനമാണ് ഫാമിലി ലൈഫിൽ. ഹാപ്പി ഫാമിലി ലൈഫിൽ ഉണ്ടാകേണ്ടതില്ലാത്തൊരു സാധനമാണ് സ്ട്രെസ്, പിരിമുറുക്കം. പിരിമുറുക്കം ആവശ്യമില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാകാം. ഡൗട്ടുകൾ ചോദിക്കട്ടോ. ഇപ്പൊ സ്പോട്ടിൽ തന്നെ ചോദിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് നിങ്ങൾ റൈസ് ഹാൻഡ് ചെയ്താൽ മതി. റൈസ് ഹാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയ്താൽ ഇൻഷാ അല്ലാഹ് അപ്പൊ തന്നെ ചോദിക്കാം. ഇനി അടുത്തത് എന്താ? കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഉണ്ടാകരുത്. റെക്കഗ്നൈസിങ് ആൻഡ് ഓവർകമ്മിങ് ഒബ്സ്റ്റാക്കിൾസ് ദാറ്റ് ഹിൻഡർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കാര്യമായിട്ട് ആശയവിനിമയം നടത്തുന്നതിന് തടസ്സം വരുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് അഥവാ ആശയവിനിമയത്തിന് ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ഈ തടസ്സങ്ങൾ പരിഹരിക്കണം. എന്ന് പറഞ്ഞാൽ മകനൊരു പ്രയാസം ഉണ്ടായാൽ വീട്ടിൽ വന്ന് പറയാൻ പറ്റണം. ഉപ്പാക്കൊരു പ്രയാസം ഉണ്ടായാൽ വീട്ടിൽ വന്ന് പറയാൻ പറ്റണം. ഉമ്മാക്കൊരു പ്രയാസം ഉണ്ടായാൽ അത് വീട്ടിൽ നിന്ന് ബാക്കിയുള്ളവരോട് പറയാൻ പറ്റണം. ഒരു ഫാമിലി മെമ്പർക്ക് ഒരു പ്രയാസം മറ്റൊരാളോട് പറയുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം മുറിക്കുന്ന സാധനമാണ്. ആശയവിനിമയം മുറിക്കുന്ന തരത്തിലുള്ള അത്തരം സംഗതി ഒന്ന് പറയുമ്പോഴേക്ക് എടുത്തു ചാടി പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. തെറ്റുപറ്റിയാലും ശരിതുണ്ടായാലും വീട്ടിലെ നമ്മളെ ഫാമിലി സിറ്റുവേഷനിൽ, ഫാമിലി ഗ്രൗണ്ടിൽ എല്ലാവർക്കും അത് ഷെയർ ചെയ്യാനും അത് പരിഹരിക്കാനും പറ്റുന്ന ഒരു ഇടമായിരിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവ രണ്ട് ഭാഗമായിട്ടാണ് ഇതിന്റെ റെക്കോർഡായാലും അല്ലെങ്കിൽ ഈ ഭാഗം കേൾക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്ത് ഷെയർ ചെയ്തതിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഒന്നാണ് കുടുംബം. അതിന്റെ തുടക്കം സന്തോഷം. തുടക്കം സന്തോഷാണ്. ആ വരനും വധുവും ചേരുന്നിടത്ത് സന്തോഷാണ് തുടങ്ങുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണത്. ആ ഇഷ്ടം തന്നെയാണ് അതിന്റെ കണ്ടിന്യൂഷൻ, അതിന്റെ തുടർച്ച. ആ തുടർച്ചയിൽ എവിടെയാണോ മുറിവ് വരുന്നത് അത് മുറിവ് കൂട്ടിയെടുക്കുകയും ആ എക്സ്ട്രാ വരുന്ന സാധനം അപ്പോൾ പരിഹരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഒഴിവാക്കുക. ഇനി ചെയ്യേണ്ടത് എന്താണ്? അൺഹെൽത്തി പാറ്റേൺസ്. അഡ്രസ്സിംഗ് നെഗറ്റീവ് ബിഹേവിയേഴ്സ് ദാറ്റ് മേ ഹിൻഡർ ഫാമിലി കോഹിഷൻ. എന്ന് പറഞ്ഞാൽ ഒരു മോശമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായാൽ അതെന്ത് ചെയ്യണം? അത് അഡ്രസ് ചെയ്തിട്ട് അത് തിരുത്തണം. മോശമായ ഒരു സാധനം വന്നുപെട്ടാൽ അതിനെ അഡ്രസ് ചെയ്ത് അത് തിരുത്തുകയാണ് വേണ്ടത്. അതൊരു ഇഷ്യൂ ആക്കി എടുക്കുന്നതിന് പകരം അത് കൃത്യമായി അഡ്രസ് ചെയ്യുകയും അതിനെ അഭിമുഖീകരിക്കുകയും അത് തിരുത്തിയെടുക്കുകയും ചെയ്യാം. ഏതോ ഒരു വിഷയം നമുക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നത് വന്നു. പ്രശ്നം സൃഷ്ടിക്കുന്നത് വന്നാൽ എന്ത് ചെയ്യണം? ഇതെവിടുത്തെ, അതായത് ഉറങ്ങുന്ന രീതി വൈകിട്ടാണ്, അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നത് വൈകിട്ടാണ്, രാവിലെ നാസ്ത കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നിസ്കാരം നടക്കുന്നില്ല, അങ്ങനെ തുടങ്ങി ഏതോ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റൈൽ അവിടെ വീട്ടിൽ വരികയാണ്. എന്നാൽ എന്ത് ചെയ്യണം? അത് അഡ്രസ് ചെയ്യണം. ഇതിന് നമ്മൾ എങ്ങനെയാ പരിഹാരം കാണുന്നത്? ഇന്ന കാര്യമാണ് പരിഹാരം, അത് തീരുമാനിക്കണം, അത് നടപ്പിലാക്കണം. അപ്പോ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള ഒരു സ്വഭാവം, ഒരു പാറ്റേൺ അത് വന്നുപെട്ടാൽ അത് തിരുത്തണം. ഇനി നാലാമത്തെ ഒരു കാര്യം നമ്മൾ പറയുന്നത് ബിൽഡിംഗ് സൈലൻസ് ഇൻ ദി ഫാമിലി.
ഫാമിലിയിൽ എപ്പോഴും ഒരു നല്ല ആശ്വാസകരമായ, ആനന്ദകരമായ, സമാധാനപരമായ ഒരു സാഹചര്യം നിർമ്മിക്കുക, ഒരു കെട്ടുറപ്പ് നിർമ്മിക്കുക. എന്താണ് ഈ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ? ടീച്ചിങ് റെസിലിയൻസ് ആസ് എ ഫാമിലി ട്രൈറ്റ് ടു ഓവർകം ചലഞ്ചസ് ടുഗദർ. ഒരു വെല്ലുവിളി ഉണ്ടായാൽ ആ വെല്ലുവിളി എങ്ങനെ പരിഹരിക്കാം എന്നത് എന്ത് ചെയ്യണം? നാം പരസ്പരം പഠിപ്പിക്കണം. ഒരു കുട്ടിക്ക് പഠനത്തിൽ പ്രയാസം ഉണ്ടാകുന്നു, അതൊരു വെല്ലുവിളിയാണ്. അല്ലെങ്കിൽ ഒരു മാതാവിന് ജോലി ചെയ്യുന്നതിൽ പ്രയാസം ഉണ്ടാകുന്നു, അതൊരു വെല്ലുവിളിയാണ്. ഇങ്ങനെ ഏത് തരം വെല്ലുവിളികൾ ഈ ഫാമിലി മെമ്പേഴ്സിന് നേരിടുമ്പോഴും, അല്ലെങ്കിൽ ആസ് എ ഫാമിലി എന്നുള്ള നിലക്ക് നേരിടുമ്പോഴും എന്ത് ചെയ്യണം? അത് ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നാം ഷെയർ ചെയ്യണം, നാം പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ ഉപയോഗിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് എൻകറേജിങ് അഡാപ്റ്റബിലിറ്റി ഇൻ ദ ഫേസ് ഓഫ് ചേഞ്ച്. മാറ്റം ആവശ്യമുള്ള സമയത്ത് അവിടെ ചില സംഗതികൾ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാണ്. മാറണമെങ്കിൽ ആദ്യം ചില ഉൾക്കൊള്ളലുകൾ, ചില അഡാപ്റ്റബിലിറ്റി ആവശ്യം ഉണ്ടാകും. ആ അഡാപ്റ്റബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം. അത് വളരെ പ്രധാനമാണ്. അഡാപ്റ്റബിലിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി രാവിലെ മദ്രസയിൽ പോകണം. രാവിലെ മദ്രസയിൽ പോകണമെങ്കിൽ 8 മണിക്ക് മദ്രസയിൽ എത്തണം. അവിടെ 10 മിനിറ്റ് യാത്ര ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അല്ലെങ്കിൽ 1/4 മണിക്കൂർ യാത്ര ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 1/4 മണിക്കൂർ മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങണം. 1/4 മണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അതിന്റെയും മുമ്പേ കാര്യങ്ങൾ നടന്ന് ഫ്രഷ് ആയിട്ട് അതിന്റെ മുമ്പ് നടക്കേണ്ട പ്രാഥമിക കർമ്മങ്ങൾ നടക്കണം. ഇതിനാവശ്യമായ ഒരു ബോധം അതെന്ത് ചെയ്യണം? അവിടെ ഉണ്ടാകണം. അതിനാവശ്യമായ രീതിയിൽ അവരെ വളർത്തുകയും ചെയ്യണം. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഒരു മക്കളെ വിഷയമാണ് സങ്കല്പിക്കുക. നമ്മൾ ഇതൊരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്. എല്ലാവരുടെ മാറ്ററിലും ഈ ആശയാണ് വേണ്ടത്. അഡാപ്റ്റബിലിറ്റി എല്ലാവരുടെ വിഷയത്തിൽ ഉണ്ടാകണം. അവിടെ എന്താ വേണ്ടത്? ഇപ്പൊ രാവിലെ കുറെ കൽപ്പനകൾക്ക് പകരം വേഗം പോയി ബ്രഷ് ചെയ്യുന്നതിന് പകരം വാ ബ്രഷ് ചെയ്യാന്ന് പറഞ്ഞു അവന്റെ കൈ പിടിച്ചു, അവന്റെ അടുത്തേക്ക് പോയി ആ ബ്രഷ് ഒന്ന് എടുത്തു കൊടുത്തു, വേണം പേസ്റ്റ് ഒന്ന് എടുത്തു കൊടുത്തു, ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ അടുത്ത ദിവസം അതിന്റെ ഹെൽപ്പിന്റെ ആവശ്യം വരൂല. ഈ അഡാപ്റ്റബിലിറ്റി എന്ത് ചെയ്യണം? അത് എൻകറേജ് ചെയ്യുക, അവരെ അത് വളർത്തുകയാണ് ചെയ്യേണ്ടത്. തെർബിയത്ത്, ഒരു വളർത്തൽ. ഈ വളർത്തൽ എന്ന മെത്തേഡാണ് അവിടെ ഉണ്ടാകേണ്ടത്. അതുണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? അതായത് മാറ്റത്തിന് ഇതുവരെ സുബഹിസ്കരിച്ച് കിടന്നുറങ്ങരുതേ. ഞാൻ പറയുന്നത് സുബഹിസ്കരിച്ച് കിടന്നുറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉള്ള ഒരു സ്ഥലത്ത് അതൊന്നും മാറ്റാൻ എന്ത് ചെയ്യണം? ആ അഡാപ്റ്റബിലിറ്റി, അതിനെ ഒന്ന് സ്വീകരിക്കുക, മാറാനുള്ള ആ ഒരു സന്നദ്ധത അത് വളർത്തിയെടുക്കാൻ ചെയ്യേണ്ടത്. വളർത്തുന്നതിന് പകരം കുറെ അങ്ങ് കൽപ്പിച്ച് കുറെ അങ്ങ് തലയിൽ ഇട്ട് കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് കൂടെ നിന്ന് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് സഹായിച്ചു കൊടുക്കുക. വളരെ എളുപ്പം കാര്യങ്ങൾ നടക്കുന്നത് കാണാം. അപ്പോ അത് പെട്ടെന്ന് ഈ ആശയങ്ങളൊക്കെ ഞാൻ പറയുന്നു എന്ന് മാത്രം. ഇത് ട്രെയിനിങ് അല്ല, ഇത് ശരിക്കും 1 ഡേ വർക്ക്ഷോപ്പാണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ആശയം, നിങ്ങളൊരു കുടുംബനാഥയോ ആണെങ്കിൽ പുരുഷന്മാരുടെ നമ്മുടെ ട്രെയിനിങ് സെഷനിൽ നിങ്ങൾ പങ്കെടുത്താൽ കറക്റ്റ് നമ്മളത് പ്രായോഗികമാക്കി കാണിച്ചു തരും നിങ്ങളുടെ ലൈഫ്. ഇൻഷാ അല്ലാഹ് നമുക്കതിന് കഴിയും. നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള കഴിവ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും നമുക്ക് വളരാൻ കഴിയുന്ന ഒരു വിഷയമാണ്. എന്തുണ്ടാകുക? എൻകറേജിങ് അഡാപ്റ്റബിലിറ്റി. ഇനി 5ാമത്തെ വിഷയം പ്രാക്ടിക്കൽ എക്സസൈസ് ആൻഡ് കേസ് സ്റ്റഡീസ്. പ്രായോഗിക പരിശീലനങ്ങൾ ഉണ്ടാവുക. അതുപോലെ ഒരു വിഷയം ഉണ്ടായാൽ ആ വിഷയത്തെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക, മുൻധാരണകൾ ഉപേക്ഷിക്കുക. ഒരു ദിവസം ഒരു കേസ് എൻ്റെ അടുത്ത് വരുന്നു. ഒരു പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങി കുറെ ദൂരം യാത്ര പോയി, അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായി, പ്രമാദമായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പോലീസ് കേസുകളും അതല്ലെങ്കിൽ അങ്ങനത്തെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടായി.
ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായ ഒരു കുട്ടിയെയാണ് ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നത്, അല്ലെങ്കിൽ ഒരു നമ്മുടെ മുമ്പിൽ എത്തുന്നത്. സങ്കല്പമാണെന്ന് വെച്ചോ അല്ലെങ്കിൽ ഉണ്ടായ സംഭവമാണെന്ന് വേണമെങ്കിൽ വെക്കാം. അപ്പോ ഈ കുട്ടിയോട് ചോദിക്കുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ പറയുന്നു എന്നെ വീട്ടുകാർ അംഗീകരിക്കുന്നില്ല. എന്റെ വീട്ടുകാര് നിസ്സാരമായ വിഷയത്തിന് എന്നെ ഒരു തവണ കുറ്റം പറഞ്ഞപ്പോ ഞാൻ കേട്ടു, രണ്ടാം തവണ കുറ്റം പറഞ്ഞപ്പോഴും ഞാൻ കേട്ടു, മൂന്നാം തവണയും കുറ്റം പറഞ്ഞപ്പോ ഞാൻ എനിക്കാകെ പിടുത്തം വിട്ടു. ഞാൻ ഇറങ്ങി നടന്നു. എന്റെ വീട്ടിൽ നിന്ന് ബസ്സിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ട് 3-4-5 ജില്ല അപ്പുറത്തുള്ള എവിടെയോ ഉള്ള ചില പരിചയക്കാരെ ലക്ഷ്യം വെച്ച് യാത്രയൊക്കെ ചെയ്യും. യാത്രക്കിടയിൽ ഒരുപാട് ഇഷ്യൂസുകളൊക്കെ ഉണ്ടായി. ഇങ്ങനെ സംഭവിക്കാം. സത്യത്തിൽ ആ കുട്ടിയുടെ ഈ ഇഷ്യൂകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഈ ഇഷ്യൂയിലേക്കാണ് നമ്മൾ മനസ്സ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം ആ ഇഷ്യൂ ഉണ്ടാകാനുള്ള ട്രിഗർ അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ തുടക്കം, ബിഗിനിങ്, അതിന്റെ തുടക്കം, വിദായത്ത്, ആ തുടക്കം മനസ്സിലാക്കിയിട്ട് ഇടപെടാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അത് എളുപ്പമാണ്, പെട്ടെന്ന് തീരുന്ന പ്രശ്നമാണ്. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് പ്രാക്ടിക്കൽ എക്സസൈസ് ആൻഡ് കേസ് സ്റ്റഡീസ്. അവിടെ പ്രാക്ടിക്കലായിട്ട് കാര്യം മനസ്സിലാക്കും. അതിന്റെ വിശദീകരണം എന്താന്ന് വെച്ചാൽ എൻഗേജ് ഇൻ ഇന്ററാക്റ്റീവ് എക്സസൈസസ് ടു അപ്ലൈ കൺസെപ്റ്റ് ലേൺഡ് ഡ്യൂറിങ് ദ വർക്ക്ഷോപ്പ്. നമ്മൾ ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു ആശയം, ഈ ആശയം നേരെ അങ്ങോട്ട് പോകുന്നതിന് പകരം എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് നമ്മള് ഈ ഒരു ഇതൊരു സ്റ്റഡി, ഒരു ജേണിയാണല്ലോ, ഒരു പഠനയാത്രയാണ്. ഈ പഠനയാത്രക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനിടയിൽ ഈ നടന്ന സാധനം അതൊന്ന് വ്യക്തമായി പഠന വിധേയമാക്കി അവിടുത്തെ പ്രശ്നം മാത്രം പരിഹരിച്ചാൽ മതി. പ്രശ്നം മാത്രം പരിഹരിച്ചാൽ അതോടെ തീർന്നു. പകരം നമ്മളങ്ങനെ ആ പ്രശ്നത്തിലേക്ക് അതിന്റെ ഉണ്ടായ പ്രശ്നത്തിൽ നിന്നുണ്ടായ മറ്റ് ഏരിയകളെല്ലാം അതിനിങ്ങനെ ഫോക്കസ് ചെയ്ത് അത് ചർച്ചാ വിഷയമാക്കി അങ്ങനെ കൊണ്ടു നടന്നാൽ ഇനിയും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇനിയും കുറെ ഇഷ്യൂസുകൾ ഉണ്ടാകും. ആ ഇഷ്യൂസ് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതിന്റെയും എത്രയോ അപ്പുറത്തേക്ക് എത്തിപ്പോ. അതുകൊണ്ട് തന്നെ എന്താ വേണ്ടത്, നാം ചെയ്യേണ്ടത് ഇത്തരം ഇഷ്യൂസുകൾ ഉണ്ടാകുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഞാൻ ഇതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതിൽ സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് കൃത്യമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദ്യത്തിനുള്ള സമയമാണ് ഇപ്പൊ ഞാൻ ബാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കാതിരിക്കുന്ന സമയത്ത് കുറച്ച് വിഷയങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ ഷെയർ ചെയ്യും. അതല്ല നിങ്ങൾക്ക് ചോദിക്കേണ്ട താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കാൻ ഇത് ചെയ്തു തരും. നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാം, സംസാരിക്കാം. അതിൽ തന്നെ നിങ്ങളെ റെക്കോർഡിൽ വരരുത്. ഓക്കെ, റെക്കോർഡിൽ വരരുത് എന്ന മെന്റാലിറ്റിയോടുകൂടെ ചോദിക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇതിൽ കൊണ്ടുവരാം. ഇവിടെ ഞാന് വിഷയങ്ങളൊക്കെ പരാമർശിക്കുന്ന സമയത്ത് എക്സാമ്പിൾ എടുത്ത് പരാമർശിച്ചു എന്നുള്ളൂ. ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും, ഇപ്പോ നമ്മൾ ഫാമിലി ആയിട്ട് കഴിയുന്ന സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന രീതിയിൽ പെരുമാറുന്ന സമയം അപ്പൊ ശ്രദ്ധിക്കേണ്ട കുറെ മാറ്ററുകൾ അത് പറയുന്ന സമയത്ത് ഒരു ലോങ് സൈഡിലേക്ക് പോകേണ്ട ഒരു സാധനമാണ്. പക്ഷെ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് പറയാനുള്ളതെല്ലാം വൈഫിനോട് പറയാൻ പറ്റണം, വൈഫിന് പറയാനുള്ളതെല്ലാം ഹസ്ബൻഡിനോട് പറയാൻ പറ്റും. അപ്പൊ ചിലർക്കൊക്കെ പറയാനുണ്ടാകും അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ ഭാര്യ രോഷാകുലനാകുന്നു എന്ന് ചിലപ്പോൾ പറയാനുണ്ടാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വാളിറ്റി ടൈമിന്റെ സമയത്ത് പറയണം. കാരണം ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്താണ് എന്ത് പറയുന്നത്, എല്ലാ പ്രശ്നവും പറയുന്നു. വന്നതിന് ശേഷം അരമണിക്കൂറിനിടയിൽ 5 കാര്യം പറഞ്ഞു, 5ഉം പ്രശ്നം. ഒന്ന് മക്കള് ഗ്ലാസ് പൊട്ടിച്ചത്, വേറൊന്ന് മോന് പാഠം എഴുതിയിട്ടിട്ടില്ല, വേറൊന്ന് പറയുന്നത് ഇവര് തമ്മിൽ അടികൂടി,
സ്റ്റണ്ട് ഉണ്ടായി. വേറൊന്ന് പറയുന്നത് നിങ്ങളെ ഇതെടുത്ത് അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെ ആകെ 5 കാര്യം പറഞ്ഞാൽ 5ഉം പ്രശ്നം. വന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടില്ല, എല്ലാം കൂടെ എങ്ങനെയൊന്ന് വീട്ടിലെത്തിയിട്ട് വേണം ഒന്ന് മര്യാദയ്ക്ക് ഡ്രസ്സൊക്കെ കഴിച്ചിട്ടൊന്ന് ലുങ്ങിമുണ്ട് കൊടുത്തിരിക്കാന്ന് കരുതുമ്പോഴാണ് ഈ 5 പ്രശ്നം. ആകെ ഇതിനേക്കാളും നല്ലത് പിന്നെ പുറത്ത് ചൂട് തന്നെ ആയിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് വന്നാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ചൂടാകും. പകരം ക്വാളിറ്റി ടൈം യൂസ് ചെയ്യണം. ഇനി അവിടെയും ശരിയാകുന്നില്ല എന്ന് സങ്കല്പിക്കുക, ജേണൽ ഉപയോഗിക്കണം. എന്താണ് ജേണൽ? ഒരു എഴുതി വാട്സപ്പിൽ ഒരു മെസ്സേജിൽ എഴുതി കൊടുക്കുന്നതൊക്കെ ഡയറക്റ്റ് ഫോമിൽ മാത്രം എഴുതുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മകന്റെ ഭാര്യ ആ മകന്റെ ഭാര്യയെ കുറിച്ച് ഇതിവിടെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയങ്ങളുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ടാണ് പറയുന്നത്. മകന്റെ ഭാര്യക്ക് പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നത് ഉമ്മാക്കാണെങ്കിൽ ഉമ്മയാണ് അവിടെ തിരുത്തേണ്ടത്. ഉമ്മാക്ക് പ്രശ്നമുണ്ടെന്ന് മോൾക്കാണ് തോന്നുന്നതെങ്കിൽ മോളാണ് തിരുത്തേണ്ടത്. ആർക്കാണ് പ്രയാസം അനുഭവപ്പെടുന്നത് അവരാണ് തിരുത്തേണ്ടത്. അവരാണ് അവിടെ പണിയെടുക്കേണ്ടത്, അവരാണ് അവിടെ മെരുക്കേണ്ടത്. അതുപോലെ സഹോദരിമാര്, ഭർത്താവിന്റെ ഇപ്പോ നമ്മളെ ഈ ഏരിയകളിലൊക്കെ ആണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ താമസിക്കുന്നു, ചില ഏരിയകളിൽ ഭാര്യയുടെ വീട്ടിൽ ഭർത്താവ് താമസിക്കുന്നു. അപ്പൊ അവിടെയൊക്കെ നേരെ ഇതാണ് തിരിച്ചാണ് വിഷയം ഉണ്ടാവുക. ഇവിടെയൊക്കെ പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഭർത്താവിന്റെ പെങ്ങൾ, അത് സിസ്റ്റർ, അവരോടൊക്കെ ഉള്ള പെരുമാറ്റം, ഈ പെരുമാറ്റത്തിലൊക്കെ ആർക്കാണ് പ്രയാസം ഉണ്ടാകുന്നത് അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഒരു സ്ത്രീക്ക് പ്രയാസം ഉണ്ടാകുന്നത് എന്താ പ്രയാസം? ഭർത്താവിന്റെ പെങ്ങൾ മോശമായിട്ട് പെരുമാറുന്നു. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ഭർത്താവിന്റെ പെങ്ങളോട് നിങ്ങൾ 24 മണിക്കൂറിനിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വാക്കുകൾ, അവസരങ്ങൾ തീർത്തും നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് അവരെ അംഗീകരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും അവരെ ബഹുമാനിക്കുകയോ അവരെ സന്തോഷിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിൽ എത്ര വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്, എത്ര പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകും പലപ്പോഴും 0 ആണ്. ഒരുപാട് സംഗതി ചെയ്യുന്നുണ്ടാകാം, പക്ഷേ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു സാധനം ചെയ്തിട്ടുണ്ടാവില്ല. അവിടെ ആ ഒരു മെത്തേഡ് ലൈഫിൽ എപ്പോഴും നമ്മൾ ഒരാളെ കണ്ടിട്ട് ആ കാണുന്ന ഒരാളോട് അവരെ ഒന്ന് അഭിനന്ദിക്കുന്ന, അവരെ ഒന്ന് അംഗീകരിക്കുന്ന, അവരെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നില്ലെങ്കിൽ അതിന് നമ്മൾ സൈക്കോളജിയിൽ പറയുന്ന ഒരു ശൈലിയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്ട്രോക്ക് എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു സംഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാവും, എല്ലായിടത്തും പ്രശ്നം ഉണ്ടാവും. ഫാമിലി ലൈഫിൽ ഏത് മെമ്പർ ആണെങ്കിലും പരസ്പരം നിങ്ങൾക്ക് മെമ്പറുടെ ഇടയിൽ ഉണ്ടാകേണ്ട സന്തോഷത്തിന് ഉണ്ടാകേണ്ട സാധനം ഒന്ന് കമ്മ്യൂണിക്കേഷൻ, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. 2 കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആണ്. അൺവാണ്ടഡ് കണ്ടന്റ് ഇല്ലാതിരിക്കുക, പാടില്ലാത്ത സാധനങ്ങൾ ഇല്ലാതാകുക. അബ്ദുൽ ലത്തീഫ് എളേറ്റിൽ നിന്നാണ് പേരുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കും. വേണേ ക്യാമറ ഓൺ ചെയ്യാം. വാലൈക്കും അസ്സലാം. ഞാൻ ചോദിക്കാനുള്ളത്, എന്റെ വീട്ടില് ഉമ്മക്ക് 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഉമ്മ എന്തൊരു കാര്യം പറഞ്ഞാലും അവള് നോട്ട് ചെയ്യും. മാത്രമല്ല ഉമ്മ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ ഉമ്മയുടെ ദേഷ്യമൊക്കെ മാറിയാൽ ഉമ്മ പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നമ്മൾ പിന്നെ അവിടെ പോയി അവിടെ ഉമ്മനോട് കച്ചറ ഉണ്ടാക്കാനോട്ട് നിൽക്കലുമില്ല. കാരണം ഉമ്മന്റെ ഒരു പ്രായത്തിനനുസരിച്ച് ഓളോട് പറഞ്ഞാൽ അവൾക്ക് അത്ര അങ്ങോട്ട് എഫക്ട് ചെയ്യൂല. കാരണം ബാക്കിയെല്ലാം ഉമ്മക്ക് തിരിയുന്നുണ്ടല്ലോ, ഇത് മാത്രമാണോ തിരിയാത്തത് നയിക്കോ? എന്തൊരു വിഷയം സംസാരിക്കുന്നായിരുന്നു. അവിടെ പിന്നെ ആർക്കാ പ്രശ്നം തീരണ്ടേ? പ്രശ്നം ഞാനാണ് അതിന്റെ നടുവിൽ ഇങ്ങനെ കുടുങ്ങുക. എന്തൊരു വിഷയം ഉണ്ടായാലും നമ്മളാണല്ലോ 2 ഭാഗത്തൊന്നും കേൾക്കണ്ടേ. നമുക്ക് ചെയ്യാവുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒന്ന് അവരെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഭാര്യയോട് നിങ്ങൾ ഇതുവരെയൊക്കെ കേട്ടിട്ടുണ്ടാകും,
പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കേൾക്കുന്ന സമയത്ത് അവർ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കുക. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങളോടെല്ലാം പറയും അല്ലെ? അതെ. എല്ലാം പറഞ്ഞതിന് ശേഷം അവരോട് ചോദിക്കുക എന്താണ് ചെയ്യേണ്ടത്. ഇങ്ങനൊക്കെ ഉമ്മ പറഞ്ഞു അല്ലെ, ഉമ്മക്ക് ഉമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞു അല്ലെ, നമ്മൾ ഉമ്മാനെ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ മതി. ഉമ്മാനെ തള്ളണോ, ഉമ്മാനെ ചീത്ത പറയണോ, എന്താ ചെയ്യേണ്ടത്? അത് അവളെ എതിർകക്ഷിയാക്കുന്നതിന് പകരം അവരെ കൂടെ ഒരു കക്ഷിയാകാൻ നമ്മൾ. ശരിയാണല്ലോ, അവർക്ക് സന്തോഷം ഉണ്ടാകണം എന്ന് നമുക്കും താല്പര്യമുണ്ട്. ഉമ്മാക്ക് സന്തോഷം ഉണ്ടാകണം പോലെ തന്നെ ഭാര്യക്ക് സന്തോഷം ഉണ്ടാകണമെന്ന് നമുക്ക് താല്പര്യമുണ്ടല്ലോ. അത് അവരോട് പ്രകടിപ്പിക്കുക, ആത്മാർത്ഥമായി പ്രകടിപ്പിക്കുക. അവരെ കൂടെ നിൽക്കുന്നു, എന്നിട്ട് ചോദിക്കുക എന്താണ് ചെയ്യേണ്ടത്. ഞാനിപ്പോ എൻ്റെ ഒരു ഭാഗമാണ് നീ, നിന്റെ ഒരു ഭാഗമാണ് ഞാൻ, നമ്മൾ രണ്ടാളും ഒന്നാണ്. ഇപ്പൊ നിന്നെ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മ പോലെ തന്നെയാണ്, നിന്റെ ഉമ്മയെ എനിക്ക് എൻ്റെ ഉമ്മയെ പോലെ തന്നെയാണ്, നമ്മൾ പരസ്പരം അങ്ങനെയാണ്. ഇപ്പൊ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാം ശ്രദ്ധയോടെ കേട്ടു. അത് യാതൊരു കളിയാക്കലോ എതിർക്കലോ ഒന്നും വേണ്ട, ഉപദേശിക്കൊന്നും വേണ്ട. എല്ലാം പറഞ്ഞതിന് ശേഷം ചോദിക്കുക നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്. ഓളും ചോദിക്കും ഇനി എന്താ ചെയ്യുക. അല്ലെങ്കിൽ അവള് പറയാം അന്ന സാരിയിലൊന്നും വേണ്ട, പോട്ടെ സാരില്ല എന്ന് പറയും. അപ്പൊ ഇനി അല്ലാതെ ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയം എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ക്വാളിറ്റി ടൈം എത്തും. ക്വാളിറ്റി ടൈം എത്തിയാ ചോദിക്കുക, നമ്മളിപ്പോ ഉമ്മാൻ എന്തായാലും കുറവാക്കിക്കൂടല്ലോ, നമുക്ക് ഒരുപാട് കൂലി കിട്ടുന്ന കാര്യമല്ലേ, നിനക്ക് മാത്രമല്ല എനിക്കും രക്ഷയാണ്. എന്ത്, എൻ്റെ ഒരു ഭാര്യ എന്നുള്ള നിലക്ക് ഉമ്മാനെ നീ സഹിക്കുന്ന സമയത്ത് എനിക്കും കൂലി കിട്ടും, നിനക്കും കൂലി. നമ്മൾ എന്താ ചെയ്യുന്നത്? നീ എൻ്റെ കൂടെ നിൽക്കുന്നു, നമ്മൾ ഒന്നിച്ച് ഈ സംഗതി മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ. അതോടെ ഉമ്മാക്കും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ രാശയം നടപ്പിലാക്കിയ ഉമ്മാക്കും പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. പറയാട്ടോ ഇനി. ഇന്നത്തെ സെഷനോട് കൂടെ നമ്മുടെ ലെറ്റിന്റെ കൂടെ ജെൻസിന്റെ ഓൺലൈനും കൂടെ ഉദ്ദേശിച്ചിരുന്നു. അപ്പൊ അതൊക്കെ അതിലുള്ളതും കൂടെയാണ്. ഇന്നത്തെ ഒരു പരിമിതിയാൽ നമുക്ക് നാളെയും കൂടിയും ആണെങ്കിൽ ലെറ്റ് നാളെ കൂടി, പിന്നെ ലെറ്റിനുള്ള ആളുകൾ മാത്രം നാളെ ഒന്നിരിക്കാല്ലേ? അതെ, അത് വേണം, അങ്ങനെയും ചെയ്യാം. ഇനി അതല്ല ഇപ്പൊ വേണമെങ്കിൽ ഒരു ഇതിനും കൂടെ നീട്ടണമെങ്കിൽ ഒരു ഇതും കൂടെ നീട്ടുകയും ചെയ്യാം. അപ്പൊ നമ്മളെ ലെറ്റിനെ കുറിച്ച് ബാക്കിയുള്ളവരൊക്കെ അറിയായിരിക്കും. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ ആശയമാണ്. ഈ ആശയം നടപ്പിലാക്കുന്ന രീതിയാണ് ലെറ്റ്. ലെറ്റിന്റെ ഇപ്പോൾ ഉള്ള ഒരു രീതിയാണ്, ഇപ്പോ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ അവരുടെ ഫാമിലിയിലുള്ള ഒരു ഇഷ്യൂ പറയുന്നു, നാം ഇതുപോലെ പറഞ്ഞ് പിരിഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ. അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച അവർക്ക് തുടർന്ന് ഇതിന്റെ ഇമ്പ്രൂവ്മെന്റ് എന്തുണ്ടായി, ഞാൻ ഇങ്ങനെ പെരുമാറിയപ്പോ ശരിയായോ, ശരിയാകണല്ലോ. അതാകാനുള്ള ഒരു വഴിയാണ് 24 മണിക്കൂറും വാട്സപ്പിലൂടെ നമുക്ക് ഇതിന്റെ ഫോളോ അപ്പ് ചെയ്യാം. കൂടാതെ ലൈവായിട്ട് നമുക്ക് എന്തും ചെയ്യാം. ഈ ആഴ്ചയിൽ ഒരു ദിവസമുള്ള ക്ലാസ്സിൽ ലൈവായിട്ട് കാര്യങ്ങൾ പറയാം. അങ്ങനെ ലൈവായിട്ട് അത് പരിഹരിച്ചു വരാം. മൈക്ക് ഓൺ ചെയ്യാട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ക്ലാസ് കേട്ടോണ്ടിരിക്കാൻ ടൈപ്പും ഉണ്ടായിരുന്നു. ഞങ്ങളെ പെങ്ങളെ കേട്ടോണ്ടിരിക്കുക. ഞങ്ങളെ പിന്നെ എല്ലാ വിഷയം ഷെയർ ചെയ്യാറുണ്ട്. എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. പിന്നെ എങ്ങോട്ട് പോകുകയാണെങ്കിലും ഒരുമിച്ചേ പോകുള്ളൂ, എന്ത് പറയുകയാണെങ്കിലും ഒരുമിച്ചേ പറയാറുള്ളൂ, എല്ലാം ഒരുമിച്ച് തന്നെ. പക്ഷെ ഇമ്മാക്ക് ഇതുവരെ അങ്ങനത്തെ ഉമ്മ മരിക്കുന്നവരെയൊക്കെ അവളെ കുറിച്ച് കംപ്ലൈന്റ് ഒന്നും ഉണ്ടായില്ല, ഒന്നും പറയാറില്ല. ഞാൻ വിദേശത്താകും. പിന്നെ ഇടക്കിടക്ക് എന്നോട് പറയും, പിന്നെ മോനെ അവള് തച്ചാടുന്നത് പഠിക്കാത്തതിന്റെ പേരിൽ തല്ല്, അതൊരു ഒച്ചയും പടിയാണെന്ന് പറയും. വേറെ ഒന്നും കംപ്ലൈന്റ് ഒന്നും പറയാറില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്നേക്കാൾ നമ്മളിപ്പോ നാട്ടിലെത്തിയതിനു ശേഷം കമ്മ്യൂണിക്കേഷൻ കുറച്ച് കൂടുതൽ. പിന്നെ ഇപ്പൊ എല്ലാ വിഷയങ്ങളും ഉണ്ടാവും, നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. നമ്മൾ സാമ്പത്തികമാവട്ടെ, വീട്ടിലെ കാര്യമാവട്ടെ, നമ്മളിപ്പോ മദ്രസയിലാവട്ടെ, പള്ളിയിലാവട്ടെ, ഫ്രണ്ട്സിന്റെ ആവട്ടെ, അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഷെയർ ചെയ്യും. അപ്പൊ നമ്മൾ കയ്യിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടും ഗ്രഹിക്കും. അപ്പൊ ചില വിഷയങ്ങൾ ഞാൻ റോങ് ആയി നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ എന്നോട് പറയാം അത് ചെയ്യേണ്ട കേട്ടോ, പിന്നെ ഞാനങ്ങ് മറന്നു ചെയ്യും. പക്ഷെ എന്നിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാല്
ഇതൊക്കെ ആണെങ്കിലും നമ്മൾ ഇത്രയും കമ്പയർ ചെയ്യുന്നെങ്കിലും മോനക്ക് എന്താകുന്നില്ല, ചിലപ്പോ ഒരു ആൻസറിനൊക്കെയുണ്ട്. ചെറിയ വേർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടപെട്ടോട്ടെ. മക്കളെ തല്ലരുത്. മക്കളെ തല്ലുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ അനുസരിക്കും, ഞാൻ അംഗീകരിക്കാം. അല്ലാതെ മക്കളെ തല്ലുന്നത് തിരിച്ച് തല്ല് കിട്ടാനുള്ള വഴിയാണ്. അല്ലാതെ മക്കളെ തല്ലുന്നത് തിരിച്ച് തല്ല് കിട്ടാനുള്ള വഴിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, മക്കളെ തല്ലുന്നത് എന്തിനാന്ന് നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ അനുസരിക്കാം. അല്ലാതെ എന്ത് ചെയ്യരുത്, മക്കളെ തല്ലരുത്. അവർ നോവിക്കപ്പെടുന്നത് പലപ്പോഴും എന്തിനാണെന്ന് എനിക്ക് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ അനുസരിക്കാം, ഞാൻ നിങ്ങളെ അനുസരിക്കും. വൈഫ് എടുത്തിരിക്കുന്നുണ്ടല്ലോ, അവർക്ക് കൂടെ കേൾക്കാലോ ഞാൻ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, അവർക്ക് എന്നെ ബോധ്യപ്പെടുത്തി തന്നെ ഞാൻ അംഗീകരിക്കും. അല്ലെങ്കിൽ തല്ലുന്നത് തെറ്റാണെന്ന് മാത്രമല്ല, അത് നമുക്ക് കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷം. പറയട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ആ വിഷയം പറയാൻ എന്നോട് വിട്ടുവന്നതിന് പേടിച്ചിട്ട് ഇടക്ക് പറഞ്ഞതാണ്. മൈക്കോണാക്കി പറയാം. അപ്പൊ പിന്നെ ഉമ്മന്നെ പറയും പോലും അവളോട്, പിന്നെ ഓനെ വലുതായിട്ട് ഓനെ ആൺകുട്ടിയല്ലേ, ഓനെ വലുതാൻ മോനെ പഠിച്ചോളുന്ന തല്ലാൻ കുത്താൻ നിൽക്കണ്ട പറയുന്നത്. പിന്നെ തല്ലും കുത്തൊന്നും ഇല്ല, പഠിക്കാത്തതിന്റെ പേരിലാണ് ഇവൾ തല്ലും കുത്തും ചെയ്യുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞ പ്രത്യേകിച്ച് അനുസരണക്കേട് കുറവൊന്നുമില്ല. അപ്പൊ ഇവള് ചോദിക്കും, നിങ്ങളതൊന്നും എന്താ അവനിൽ കാണാത്തെന്ന് ചോദിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്താ അവന്റെ ഒരു സംഗതിയും കാണാത്ത, നിങ്ങൾ പള്ളീന്റെ ആളാണ് കുട്ടീന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഒന്നും എന്താ കാണാത്തെന്ന് ചോദിക്കും. നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്, അച്ചടക്കൊക്കെ ഉണ്ട്. പക്ഷെ ഈ പഠിക്കാത്തതിന്റെ പേരിലാണ് നേരത്തെ ചണ്ടു കൂടുന്നത്. ഇപ്പോൾ ഞാൻ വന്നിട്ടും ചണ്ടു കൂടുതലാണ്. അതാണ് പ്രശ്നം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വായിക്കും, വലിയ വേർഡുകളൊക്കെ വായിക്കും, വായിച്ചു കൊടുക്കുന്നൊക്കെ അങ്ങനെ തന്നെ വായിക്കും. പക്ഷെ പിന്നെ ഒരൊറ്റ വട്ടേ വായിക്കും. എത്രാം ക്ലാസ്സാ? 4ാം ക്ലാസ്സിലാ. അവർക്ക് എന്തിനാ പ്രയാസം? വായിക്കാനാണ്. വായിക്കാനാണ് പ്രയാസം. അപ്പൊ വായിക്കാൻ സഹായിച്ചു കൊടുക്കാന്നല്ലാതെ അവരെ തല്ലിയതുകൊണ്ട് എന്താ കാര്യം? ഇപ്പൊ തന്നെയാണ് വായിച്ചു കൊടുക്കുന്നത്. ഞാൻ കാണുന്നില്ല. ഞാൻ വൈകുന്നേരം വന്നിട്ട് കുറച്ച് സമയങ്ങളിൽ ഞാൻ മദ്രസത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, ഓതി കൊടുക്കുകയൊക്കെ ചെയ്യും. മറ്റേ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർ സിസ്റ്റം നടപ്പിലാക്ക വീട്ടില്. എത്ര മക്കളുണ്ട്? നമുക്ക് ഒരാളല്ലോ, ഒരു മോനേ ഉള്ളൂ. ആ ഒരു മോനാണെങ്കിലും സ്റ്റാർ സിസ്റ്റം നടപ്പിലാക്കുക. സ്റ്റാർ സിസ്റ്റത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ. അതെ. ആ വീഡിയോ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ ആണ്. യൂട്യൂബ് ചാനലിൽ ഇഷ്ടം മറ്റു കിതാബുകളുടേതൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ കാണുന്നത് നല്ലതാണ്. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ഓഫ്ലൈൻ ലെറ്റിൽ ജോയിൻ ചെയ്ത് പരിചയമുള്ള ആളാണല്ലോ. അതെ ആണെങ്കിൽ വളരെ ഷോർട്ട് ചെറിയ രൂപത്തിൽ അവരെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുള്ള ചെറിയ രൂപത്തിൽ വേണമെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അഥവാ ഇത് കട്ടായാൽ ഒരു തവണ കൂടെ ഇതേ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇതേ ലിങ്ക് ഒരു തവണയും കൂടി ജോയിൻ ചെയ്താൽ മതി. കട്ടായാൽ ചിലപ്പോ ഒന്ന് കട്ടാകാൻ ചെറിയ ചാൻസ്. മൈക്കോണാക്കട്ടോ. ഓക്കെ, വെൽക്കം. മറ്റാർക്കും എല്ലാ വിഷയങ്ങളും ചോദിക്കേ.